നമസ്കാരം. നമ്മുടെ മഹാഭാരതത്തിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശിശുപാലന്റെ രാജാവിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോ ആ യുധിഷ്ഠിരന്റെ യാഗം നടക്കുന്ന സ്ഥലത്ത് എന്തെല്ലാം തരത്തിൽ അത് അലങ്കോലപ്പെടുത്താൻ കഴിയുമോ ആ തരത്തിലെല്ലാം ശ്രീകൃഷ്ണനെ പരിഹസിച്ചുകൊണ്ട് ശിശുപാലൻ സംസാരിച്ചു. അപ്പോ ഭീമന് ദേഷ്യം വന്നു. ഭീമൻ ശിശുപാലനെ നേരിടാൻ തയ്യാറായി. അപ്പൊ ഭീഷ്മരാണ് ഭീമനെ തടസ്സം നിർത്തിയത്. കാരണം ഒരു യജ്ഞം നടക്കുന്നതിന്റെ അവസാന ദിവസം എത്തി. അപ്പോൾ അവിടെ ഒരു അലങ്കോലം ഉണ്ടാക്കി ആ യജ്ഞത്തിന് ഒരു ഭംഗം വരുത്തുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് നീ സമാധാനപ്പെടൂ എന്ന് പറഞ്ഞ് ഭീമനെ സ്വാന്തനപ്പെടുത്തി. അപ്പം ഇതെല്ലാം നടക്കുമ്പോഴും ശ്രീകൃഷ്ണ ഭഗവാൻ ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടി മിണ്ടാതിരിക്കുകയായിരുന്നു. എന്തെല്ലാം ബഹളം ശിശുപാലൻ ഉണ്ടാക്കിയിട്ടും ശ്രീകൃഷ്ണൻ അതിനൊന്നും മറുപടി പറഞ്ഞില്ല. അപ്പൊ ശിശുപാലന് ദേഷ്യം കൂടി. ശിശുപാലൻ എന്ത് ചെയ്തു? പോരിന് വിളിച്ചു. അല്ലയോ കൃഷ്ണ, നിന്നെ പോലെ അയോഗ്യനും മൂഢനും ദാസനുമായിട്ടുള്ളവനെ പൂജിക്കുന്ന പാണ്ഡവന്മാര് തന്നെ മൂഢന്മാരാണ്. അപ്പൊ അങ്ങനെയുള്ള നിന്റെ കൂട്ടത്തെയും ഒന്നിച്ചു വധിക്കണം. അതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് നീ എന്നോട് യുദ്ധം ചെയ്യാൻ വരൂ എന്ന് ശിശുപാലൻ ശ്രീകൃഷ്ണനെ പോരിന് വിളിച്ചു. അപ്പോ ഗംഭീരവും മധുരവുമായ സ്വരത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു തുടങ്ങി: രാജാക്കന്മാരെ, ഇവൻ നമ്മുടെ അടുത്ത ബന്ധുവാണ്. അടുത്ത ബന്ധു എന്ന് പറഞ്ഞാൽ അച്ഛന്റെ ഒരു സഹോദരിയുടെ മകനാണ്. ഇവൻ നമ്മുടെ അടുത്ത ബന്ധുവാണ്. പക്ഷേ യവനെ യദുവംശികളായ ഞങ്ങളെ നശിപ്പിക്കാനാണ് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരുന്നിട്ടുള്ളത്. എൻ്റെ പിതാവായ വസുദേവർ ഒരു യാഗം നടത്തി. അതിന് അശ്വമേധ യാഗം നടത്തി. അപ്പൊ ആ കുതിരയെ പിടിച്ചവൻ കെട്ടി. അത് കഴിഞ്ഞ് ഏതെല്ലാം തരത്തില് നേരത്തെ തന്നെ പറഞ്ഞിരുന്ന എൻ്റെ സഹോദരി, തപസ് ചെയ്തിരുന്ന സഹോദരിയെ പിടിച്ച് കെട്ടിക്കൊണ്ടുപോയി. പല രാജാക്കന്മാരെയും വധിച്ചു. പലരുടെ അനുയായികളെയും ബന്ധനസ്ഥരാക്കി. ഇങ്ങനെ എല്ലാം ദ്രോഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുവനാണ് ശിശുപാലൻ. ഇവന്റെ ഈ പ്രവർത്തികളെല്ലാം കണ്ടും കേട്ടും ഞാൻ ക്ഷമിച്ചു. ഇവന്റെ അമ്മയായ എൻ്റെ അപ്പച്ചിക്ക് കൊടുത്ത വാക്ക് പാലിക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ ഇവന്റെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടേയിരുന്നു. ഇപ്പൊ എല്ലാവരുടെയും മുമ്പിൽ വെച്ച്, ഈ സദസ്സിൽ വെച്ച് ഇവൻ എങ്ങനെ പെരുമാറിയെന്ന് നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ. അപ്പം ആരും ഇല്ലാത്തടത്ത് അവൻ എങ്ങനെയായിരിക്കും പെരുമാറുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനും പറ്റുമല്ലോ എന്നൊക്കെ ശ്രീകൃഷ്ണൻ ആ സഭാവാസികളുടെ മുമ്പ് വെച്ച് സംസാരിച്ചു. ഈ ബഹുമാന്യരായ രാജാക്കന്മാർ നിരന്നിരിക്കുന്ന സ്ഥലത്ത് ഇത്രയും അഹങ്കാരത്തോടു കൂടി മറ്റാരും സംസാരിക്കില്ല. ഇവനെ ഒരു തരത്തിൽ ഇവന്റെ പെരുമാറ്റം നമുക്ക് സഹിക്കാൻ പറ്റുന്നതല്ല. ഇത് കേട്ട് ശിശുപാലൻ ചാടി എണീറ്റ് പൊട്ടിച്ചിരിച്ചു. ഏതാ സഭാമധ്യത്തിൽ നിന്ന് പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു: കൃഷ്ണ, നീ 100 തവണ ക്ഷമിക്കാമെങ്കിൽ ഞാൻ പറയുന്നതെല്ലാം കേട്ട് നീ ക്ഷമിക്കും. അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും നീ ചെയ്തോ, എനിക്ക് ഒരു ചുക്കുമില്ല എന്ന്. അതായത് എനിക്ക് ഒന്നുമില്ല, നീ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്ന് ശിശുപാലൻ അവസാനം പറഞ്ഞു. നീ ദേഷ്യപ്പെട്ടാലോ നീ സന്തോഷിച്ചാലോ ഒന്നും ഒരു കാര്യവും ഇല്ല. അപ്പൊ ഈ സമയത്ത് ഭഗവാൻ സുദർശന ചക്രത്തെ സ്തുതിച്ചു. നിമിഷ നേരത്തിനുള്ളിൽ ഭഗവാന്റെ കൈകളിൽ സുദർശന ചക്രം എത്തി. ഭഗവാൻ കൃഷ്ണൻ ഉച്ചത്തിൽ പറഞ്ഞു: രാജാക്കന്മാരെ, ഇവന്റെ അമ്മയുടെ അപേക്ഷയെ മാനിച്ച് ഞാൻ ഇതുവരെ ക്ഷമിച്ചു. ഇവന്റെ 100 തെറ്റുകൾ ഞാൻ ക്ഷമിച്ചു. 100 തെറ്റുകളും കഴിഞ്ഞു. ആ സ്ഥിതിക്ക് നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ ഇവന്റെ തല ഞാൻ ഉടലിൽ നിന്ന് വേർപെടുത്തുന്നു. പിന്നെ താമസം ഉണ്ടായില്ല. ചക്രം പ്രയോഗിച്ചു ഭഗവാൻ ശിശുപാലന്റെ കണ്ഠം ഛേദിച്ചു. വജ്രഹാദി ഏറ്റ ശിശുപാലൻ ഒരു പർവ്വതം പോലെ നിലം പതിച്ചു. നിലം പതിച്ചു. ശിശുപാലന്റെ ഉടലിൽ നിന്ന് സൂര്യതുല്യമായ ഒരു തേജസ് പൊങ്ങി വന്നു. ഭഗവാന്റെ മുമ്പിൽ പ്രണമിച്ചു. എന്നിട്ട് ആ ചൈതന്യം ശ്രീകൃഷ്ണ ഭഗവാനിൽ തന്നെ ലയിച്ചു. യുധിഷ്ഠിരന്റെ ആജ്ഞപ്രകാരം
ശിശുപാലന്റെ അന്യക്രിയകൾ ചെയ്യാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്തു. ആ ശവസംസ്കാരം എല്ലാം കഴിഞ്ഞതിന് ശേഷം ശിശുപാലന്റെ മകനെ ചേതി രാജ്യത്തിലെ രാജാവായി അഭിഷേകവും ചെയ്യിച്ചു. ഇതെല്ലാം കണ്ട് ദുര്യോധനാദികൾക്ക് അസൂയയും അഹങ്കാരവും വർദ്ധിച്ചു. യുധിഷ്ഠിരന്റെ രാജ്യം എല്ലാ തരത്തിലും പുരോഗതിയെ വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജാക്കന്മാർ കൊടുത്തിട്ടുള്ള ധനധാന്യങ്ങൾ കുമിഞ്ഞു കിടക്കുന്നു. എല്ലാ 4 ചതുരംഗപ്പടകളും പറഞ്ഞറിയിക്കാൻ കഴിയാത്തവണ്ണം വിപുലമായിരിക്കുന്നു. ഇതെല്ലാം കൊണ്ട് ഏത് വിധത്തിലെങ്കിലും യുധിഷ്ഠിരാദികളെ അല്ലെ പാണ്ഡവാദികളെ ഉന്മൂലനം ചെയ്യണം എന്നുള്ള ആഗ്രഹം മാത്രം യുധിഷ്ഠിരന്റെ മനസ്സിൽ പൊങ്ങി വന്നു. അപ്പൊ എന്ത് ചെയ്യാം? ഏതെല്ലാം വിധത്തിൽ നേരത്തെ കുട്ടിക്കാലം മുതലേ എങ്ങനെയൊക്കെ പാണ്ഡവരെ ഉപദ്രവിക്കാമോ, എങ്ങനെയൊക്കെ അവരെ നശിപ്പിക്കാൻ ശ്രമിക്കാമോ അതൊക്കെ ശ്രമിച്ചു നോക്കിയിട്ടൊന്നും രക്ഷപ്പെട്ടിട്ടില്ല. അതിൽ നിന്നെല്ലാം അത്ഭുതകരമായി പാണ്ഡവർ രക്ഷപ്പെടുകയാണ് ചെയ്തത്. അപ്പൊ ഇങ്ങനെയൊക്കെ വിഷമിച്ച് സംസാരിച്ചു. ആരോടാണ് സംസാരിച്ചത്? തൻ്റെ അമ്മാവനായ ശകുനിയോട്. നമ്മൾ എപ്പോഴും ശകുനി എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ സ്വഭാവം എന്താണെന്ന് നമുക്കറിയാം. ഏത് തരത്തിലും കള്ളത്തരങ്ങൾ കാണിച്ചും കൊള്ളത്തരങ്ങൾ കാണിച്ചും ധർമ്മത്തെ ക്ഷയിപ്പിക്കുക, നശിപ്പിക്കുക എന്നുള്ള ഒറ്റ ചിന്തയോടുകൂടി നടക്കുന്ന ആളാണ് ശകുനി. അവനൊരു ശകുനിയാണ് എന്ന് നമ്മൾ പറഞ്ഞാൽ തന്നെ അയാള് എല്ലാ കുടിലതകളും ദുഷ്ടകവതായുള്ള കാര്യങ്ങൾ ചെയ്യാൻ അവരെയാണ് ശകുനി എന്ന് പറയുന്നത്. ഇവനൊരു ശകുനിയാണ്, എല്ലാത്തിനും കുരുക്കുകളും കണ്ടുപിടിക്കുന്ന ആള്. അപ്പൊ അങ്ങനെയുള്ള തൻ്റെ അമ്മാവനായ ശകുനിയോട് ദുര്യോധനാദികൾ സംസാരിക്കുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? ഈ പാണ്ഡവരുടെ ഇപ്പോഴത്തെ ഈ അവസ്ഥ കണ്ടിട്ട്, ഈ രാജൈശ്വര്യം കണ്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ല. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ശകുനിയോട് ചോദിക്കുന്നു. അപ്പൊ ശകുനി മറുപടി പറയുന്നത് എന്താണെന്ന് അറിയാവോ? ദുര്യോധന, ഈ രാജലക്ഷ്മിയുടെ പ്രതാപമെല്ലാം നമുക്ക് നേടാൻ ഞാൻ ഒരു വഴി പറഞ്ഞു തരാം. യുധിഷ്ഠിരനെ ചൂത് കളിക്കാൻ വിളിക്കണം. ചൂതുകളി യുധിഷ്ഠിരന് വലിയ ഇഷ്ടമാണ്. എന്നാൽ ചൂത് കളിക്കാൻ യുധിഷ്ഠിരന് അറിയില്ല. അപ്പൊ അവനെ കള്ളച്ചൂതിൽ ഞാൻ തോൽപ്പിക്കാം. അങ്ങനെ കള്ളച്ചൂതിൽ തോൽപ്പിച്ചാൽ ഈ രാജ്യവും ഐശ്വര്യവും എല്ലാം യുധിഷ്ഠിരന് നഷ്ടമാവും. അപ്പം ഏതായാലും അതിനെപ്പറ്റി നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞിട്ട് ദുര്യോധനാദികൾ തൻ്റെ പിതാവായ ധൃതരാഷ്ട്രടുത്ത് എന്ന് പറഞ്ഞു, പിതാവേ, യുധിഷ്ഠിരന്റെ രാജപ്രൗഢിയും രാജ ഐശ്വര്യവും ഒക്കെ കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. ആദ്യം ധൃതരാഷ്ട്ര പറഞ്ഞു, മകനെ, നിന്റെ സഹോദരങ്ങളാണ്, അവർക്കുള്ള ഐശ്വര്യം നിങ്ങൾക്കും ഉള്ളതാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ദുര്യോധനാദികൾ അതൊന്നും വകവച്ചില്ല. ദുര്യോധനാദികൾ പറഞ്ഞു, അച്ഛാ, യുധിഷ്ഠിരനെ ചൂതുകളിക്ക് വേണ്ടി ക്ഷണിക്കാം. അങ്ങനെ ക്ഷണിക്കുമ്പോൾ യുധിഷ്ഠിരന് പാണ്ഡവരും എല്ലാവരും വരും. യുധിഷ്ഠിരൻ തന്നെ യുധിഷ്ഠിരൻ മൂത്താള്, മറ്റുള്ള പാണ്ഡവന്മാരും ഒക്കെ വരും. അപ്പൊ അവരെ ചൂതുകളിക്ക് ക്ഷണിക്കാന്ന് പറഞ്ഞു. അപ്പോ ധൃതരാഷ്ട്രർ കുറച്ച് വൈമനസ്യപ്പെട്ടു. ധൃതരാഷ്ട്രർ പറഞ്ഞു, മകനെ, എൻ്റെ അനുജനായ വിതുരർ വളരെ വലിയ ധർമ്മിഷ്ഠനും തത്വജ്ഞാനിയും ഒക്കെയാണ്. വിതുരരോട് ആലോചിക്കാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ വിതുരരോട് ആലോചിച്ചാൽ ഒരിക്കലും വിതുരർ ഈ ചൂതുകളിയെ നടത്താൻ സമ്മതിക്കില്ല. അപ്പൊ അങ്ങനെ സമ്മതിക്കാതിരുന്നാൽ എന്താണ് ചെയ്യുന്നത്? അപ്പോ ധൃതരാഷ്ട്രർക്ക് മകനോടുള്ള വാത്സല്യം അതിര് കവിഞ്ഞതാണ്. അവന്റെ ഇഷ്ടങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ആളാണ്. അപ്പൊ അങ്ങനെയുള്ള ധൃതരാഷ്ട്രർ ആകെ വിഷമത്തിലായി. അദ്ദേഹം വിതുരരോട് സംസാരിച്ചു. അപ്പൊ വിതുരര് പറഞ്ഞു, രാജാവേ, ഒരിക്കലും ധർമ്മമായ പാതയല്ല ചൂതുകളി. ഒരിക്കലും രാജാക്കന്മാരുടെ ഇടയിൽ അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ തടസ്സം പറഞ്ഞെങ്കിലും ദുര്യോധനന്റെ നിർബന്ധപ്രകാരം ധൃതരാഷ്ട്രർ മൗന അനുവാദം കൊടുത്തു. അങ്ങനെ യുധിഷ്ഠിരനെ ചൂതുകളിക്കായിട്ട് ക്ഷണിച്ചു. അപ്പൊ യുധിഷ്ഠിരനും പറയുന്നുണ്ട്, രാജാക്കന്മാരുടെ ഇടയിൽ ചൂതുകളി ഒരു പ്രധാന കാര്യമല്ല, അതെപ്പോഴും ദൂഷ്യമേ ചെയ്യുകയുള്ളൂ, ഒരിക്കലും നന്മ ഉണ്ടാക്കില്ല എന്ന് യുധിഷ്ഠിരനും പറയുന്നുണ്ട്. എങ്കിലും ദുര്യോധനന്റെ ചൂതുകളിക്ക് വേണ്ടിയിട്ടുള്ള യുധിഷ്ഠിരനെ വിളിക്കുന്നതിൽ നിന്നും യുധിഷ്ഠിരന് പിന്മാറാൻ കഴിയാതെ
ചൂതുകളിയിൽ പങ്കെടുക്കാൻ പാണ്ഡവാദികൾ തയ്യാറാകുന്നു. അങ്ങനെ രാജ്യസഭയിൽ എല്ലാവരും സന്നിധരായി. ശകുനി പറഞ്ഞു, ശകുനി ദുര്യോധനന്റെ മാതൃനായ ശകുനി പറയുന്നു, ധർമ്മരാജാവ്, ഈ സഭ അങ്ങയെ പ്രതീക്ഷിച്ചിരിക്കുന്നു, ഇനി പകിടയെറിഞ്ഞ് കളി തുടങ്ങാം എന്ന് പറയുന്നു. അപ്പോഴും യുധിഷ്ഠിരൻ പറയുന്നു, രാജാവെ, ചൂതുകളി കാപട്യമാണ്, പാപത്തിന് കാരണവുമാണ്. ക്ഷത്രിയോചിതമായ ശൗര്യം പ്രകടിപ്പിക്കാൻ ഈ കളിയിൽ ഇടമില്ല. കാരണം ക്ഷത്രിയന്മാരെപ്പോഴും ആയുധം കൊണ്ട് പോര് നടത്തുകയും യുദ്ധങ്ങൾ നടത്തുകയും അവരുടെ ആയുധപ്രയോഗത്തിലുള്ള കഴിവ് പ്രകടിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്, അല്ലാതെ ഈ ചൂതുകളിയല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാലും ശകുനിയോടം പറയും, യുധിഷ്ഠിര, കരുത്തനായ പോരാളി നിരായുധനായ ദുർബലനായ മേൽ ശസ്ത്രം പ്രയോഗിക്കുന്നു, ഇല്ലേ? അതായത് മിടുക്കനായിട്ടുള്ള ഒരു പോരാളി ആയുധമില്ലാത്തവനായാലും ദുർബലനായ ഒരാളുടെ മേൽ ആയുധം പ്രയോഗിച്ച് അവനെ തോൽപ്പിക്കുന്നു. അത്തരം ഗൂഢതന്ത്രം എല്ലാ കാര്യത്തിലും ഉണ്ട്. പകിടയെറിയാൻ വിരുതുള്ളവൻ അതിൽ സാമർഥ്യമില്ലാത്തവനെ തോൽപ്പിക്കുന്നതിൽ എന്താണ് തെറ്റ്? അപ്പം യുധിഷ്ഠിരൻ, നല്ല കാര്യം, എന്നാൽ പറയൂ, ഇവിടെ സന്നിധരായവരിൽ ആരോടാണ് ഞാൻ ചൂതാടേണ്ടത്? ആര് പണയം പറയും? ആരെങ്കിലും തയ്യാറുണ്ടെങ്കിൽ കളി തുടങ്ങാം എന്ന് പറയും. കാരണം പിന്നെ ഒഴിഞ്ഞു മാറാൻ പറ്റുന്നില്ല. അപ്പൊ ദുര്യോധനൻ പറഞ്ഞു, പണയത്തിനുള്ള സമ്പത്തും രത്നങ്ങളും എല്ലാം ഞാൻ തരാം, പക്ഷേ എനിക്ക് വേണ്ടി എൻ്റെ അമ്മാവൻ കളിക്കും എന്നാണ് ദുര്യോധനൻ പറയുന്നത്. അങ്ങനെ ചൂതുകളി തുടങ്ങി. ധൃതരാഷ്ട്രരോടൊപ്പം പല രാജാക്കന്മാര് സഭാമണ്ഡപത്തിൽ സ്ഥാനം പിടിച്ചു. ഭീഷ്മർ, ദ്രോണർ, കൃപർ, വിതുരർ തുടങ്ങിയവർക്ക് മുമ്പിൽ അവർക്കെല്ലാം മനസ്സിൽ വിഷമമുണ്ട്. കാരണം ഇതൊരു സത്യസന്ധമായ കളിയല്ല, ഒരിക്കലും ഇത് നല്ല കാര്യമല്ല, ശകുനിയുടെയും ദുര്യോധനന്റെ കാപട്യമാണെന്ന് ഇവർക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അവര് വിഷമത്തോടു കൂടി ആ സഭയിൽ സന്നിധരായിരുന്നു. ഒരു വിശിഷ്ടമായ രത്നഹാരം യുധിഷ്ഠിരൻ പണയമായി വച്ചു. അപ്പോൾ ദുര്യോധനൻ പറഞ്ഞു, എന്റെ പക്കൽ വിശേഷപ്പെട്ട രത്നങ്ങളും ആഭരണങ്ങളും അനവധിയുണ്ട്, അവയുമൊക്കെ പേരെടുത്ത് പറഞ്ഞ് അഹങ്കാരം കാട്ടാൻ ഞാൻ ഒരുക്കമല്ല, അങ്ങ് ഈ പണയം നേടിയാലും എന്ന് പറഞ്ഞു. അപ്പൊ പകിടകളികളുടെ സൂത്രങ്ങൾ അറിയാവുന്ന ശകുനി പകിട കയ്യിൽ ഒതുക്കി എടുത്തുകൊണ്ട് ഈ കളി ഞാൻ ജയിച്ചു എന്ന് പറഞ്ഞിട്ട് എറിഞ്ഞു. അയാൾ ജയിക്കുകയും ചെയ്തു. ആദ്യം പകിട എറിഞ്ഞത് ശകുനിയാണ്. അപ്പൊ ശകുനി പകിടയെല്ലാം കൂടെ ചുരുട്ടി കയ്യിലെടുത്തിട്ട് ഈ കളിയിൽ ഞാൻ ജയിച്ചു എന്ന് പറഞ്ഞ് പകിട എറിഞ്ഞു. ആ കളിയിൽ അയാൾ ജയിച്ചു. ശകുനി, ഇത് നിങ്ങളുടെ സൂത്രമാണ്. ആട്ടെ, ഞാനിതാ 1,18,000 സ്വർണ നാണയങ്ങൾ നിറച്ച സഞ്ചികളും അക്ഷയമായ ഭണ്ഡാരവും പണയം വെക്കുന്നു. ഉടൻ തന്നെ ശകുനി, അതും ഞാൻ ജയിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് പകിട എറിഞ്ഞു. അയാൾ ജയിക്കുകയും ചെയ്തു. ചെമ്പുപെട്ടികളും ഇരുമ്പു പെട്ടികളിലുമായി 400 നിധികൾ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. ഓരോന്നിലും 5 ഭാരം സ്വർണവുമുണ്ട്. അതെല്ലാം കൂടി ഞാൻ പണയം പറയുന്നു. ശകുനി മുമ്പത്തെ പോലെ തന്നെ പകിട എറിഞ്ഞ് അതുമെല്ലാം ജയിച്ചു. ഇങ്ങനെ വാതുവെക്കുന്ന പണയമെല്ലാം ശകുനി ജയിച്ചുകൊണ്ടിരുന്നു. കളിയിൽ വാശിയേറി. വിതുരർ ഇത് കണ്ട് സഹിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു, മഹാരാജാവേ, ആസന്ന മരണത്തിന് മരുന്ന് ഇഷ്ടപ്പെടുകയില്ല. ഔവണ്ണം തന്നെ എൻ്റെ വാക്കുകൾ നിങ്ങൾക്കും അരോചകമായിരിക്കും. എങ്കിലും എൻ്റെ അപേക്ഷ ശ്രദ്ധിച്ചു കേട്ടാലും ഈ പാപിയായ ദുര്യോധനൻ ജനിച്ച വേളയിൽ തന്നെ അപശകുനങ്ങൾ കണ്ടതാണ്. ഈ ലക്ഷണം കെട്ടവൻ വംശനാശം വരുത്തും. കുടിച്ച് ലക്ക് കെട്ടവന് താൻ കുടിച്ചിട്ടുണ്ടെന്നുള്ള വിചാരം ഉണ്ടാവുകയില്ല. ലഹരി കയറിയവൻ വെള്ളത്തിൽ വീണാൽ മരിക്കും, ഭൂമിയിൽ വീണുപോകും. ദുര്യോധനൻ ഇപ്പോൾ ചൂതിന്റെ ലഹരി തലയ്ക്ക് പിടിച്ചിരിക്കുകയാണ്. പാണ്ഡവരോട് വൈരം നേടുന്നത് ദയനീയമായ ദുർഗതിക്ക് നിദാനമാകുമെന്ന് ഇവൻ അറിയുന്നില്ല. ഇത്രയൊക്കെ വിതുരർ പറഞ്ഞിട്ടും ദുര്യോധനോ ശകുനിയോ നിർത്താൻ തയ്യാറായില്ല.
അപ്പം തോറ്റുകൊണ്ടേയിരിക്കുന്നു ദുര്യോധനൻ. അപ്പൊ അങ്ങനെ തോറ്റുകൊണ്ടിരുന്നാലും കളിക്ക് പിന്നെ വാശിയേറും അല്ലേ? ജയിക്കണം ജയിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും. അങ്ങനെ കളി തുടരുന്നു. അടുത്ത ഭാഗം അടുത്ത എപ്പിസോഡിൽ. എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. നമസ്കാരം.